കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ 4 എപ്പിസോഡുകൾ കൊലോസ് ലേഖനത്തെക്കുറിച്ച് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾ ധ്യാനിച്ചു, ചിന്തിച്ചു, ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഗഹനമായ ഒരു പഠനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളതെങ്ങനെ വിലയിരുത്തുന്നു എന്ന് എനിക്കറിയത്തില്ല. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകങ്ങളുടെ സമ്പത്തും ഇതെന്നൊക്കെ പറഞ്ഞാൽ ഈ അപ്പോസ്തല ഉപദേശത്തിൻ്റെ ഈ ഹയർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ PhD പഠിക്കുന്ന പോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഗഹനമായ പഠനങ്ങളാണ്. പൗലൂസ് എഴുതിയ വചനം, പൗലൂസ് ആത്മാവിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്, ഇരുളടഞ്ഞ റൂമിൽ കിടന്നുകൊണ്ട്, സ്വാതന്ത്ര്യമില്ലാതെ, ഭക്ഷണമില്ലാതെ, വേണ്ട രീതിയിൽ വെളിച്ചമില്ലാതെ, വായു ഇല്ലാതെ, അതായത് ഒരു റോമൻ കാരാഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെള്ള കൊണ്ട് കെട്ടിയ കെട്ടിടങ്ങളാണ് കാരാഗ്രഹമായിട്ട് ഒരു കണക്കാക്കിയിരുന്നത്. അതിന് മുകളിലൊരു കിളിവാതിൽ കാണും, കയറാനൊരു വാതിലും കാണും, അല്ല ജനലും നെറ്റും ഒന്നും ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. ആ ഇരുളടഞ്ഞ മുറിയിൽ കിടന്നുകൊണ്ട് ഇരുട്ടിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുവാൻ പൗലൂസ് എഴുതുന്ന അതിശക്തമായ ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. താൻ ഇരുട്ടിലാണ്, താൻ കാരാഗ്രഹത്തിൽ ബന്ധനത്തിലാണ്. അപ്പോൾ തന്നെ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളെ എൻകറേജ് ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ താൻ മരുഭൂമിയിൽ, അറേബ്യൻ മരുഭൂമിയിൽ എന്തൊക്കെ ഇരുന്ന് പ്രാപിച്ച വചനത്തിൻ്റെ വെളിപ്പാടുകൾ താൻ ആത്മാവിൽ ദൈവസഭകൾക്ക് തരികയാണ് ചെയ്തത്. ഇതൊന്നും വേണ്ട രീതിയിൽ വായിക്കാതെ, പഠിക്കാതെ, ഗ്രഹിക്കാതെ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു ക്രൈസ്തവ ഗോളമാണ് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം ഓർക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കണം, നമ്മുടെ തല താഴ്ത്തണം. ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലുകളും സങ്കീർത്തനവും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് പോകുന്ന പെന്തക്കോസ്ത് സമൂഹം ഇതൊന്നും മനസ്സിലാക്കണം. എന്താ പൗലൂസ് പഠിപ്പിച്ചത്? എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. പൗലൂസ് എഴുതിയത് ഞാൻ എടുത്ത് പറഞ്ഞു തരിക, സെക്കൻഡ് ചെയ്യുക ഞാൻ ചെയ്യുന്നത്, അല്ല വേറൊന്നുമില്ല. എനിക്ക് എൻ്റെതായ പ്രസംഗങ്ങളൊന്നുമില്ല. ഞാൻ പ്രസംഗിച്ചാൽ അത് അധിക പ്രസംഗമായി പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ ഉണ്ടോ പത്രോസ് എഴുതിയിരിക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് വചനം പ്രസംഗിക്കുക, സമയത്ത് അസമയത്ത് ഒരുങ്ങിയിരിക്കുക. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. അപ്പോൾ ഒരാൾ വചനം സംസാരിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ജനത്തിനെടുത്ത് കൊടുക്കുക. ഹല്ലേലൂയ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകമുള്ള സമ്പത്തും പ്രാപിപ്പാനാണ് അപ്പോസ്തലന്മാർ പോരാടിയത്. ഇന്നത്തെ ബഹുമാനപ്പെട്ട അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന പാസ്റ്റർമാർ എന്തിനാ പോരാടുന്നത്? 10 ചക്രം ഉണ്ടാക്കാൻ, കസേര ഉറപ്പിക്കാൻ. ഞാൻ 50-52 വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നേ. ആരും പിണങ്ങല്ലേ ദൈവത്തോർത്ത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന സത്യം ഒന്ന് മനസ്സിലാക്കണേ. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നിക്ഷേപം, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം, അത് ഗുപ്തമായിരിക്കുക, മറഞ്ഞിരിക്കുക. അതാണ് അപ്പോസ്തലൻ നമുക്ക് തരുന്നത്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വശീകരണ വാക്കെന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ വചനത്തിൽ നകറ്റിക്കളയുന്ന വശീകരണ വാക്കുകൾ, തത്വജ്ഞാനം, പ്രാസം ഒപ്പിച്ചുള്ളത്, പത്തിട്ട, പത്തിക്ക, പത്തിജ്ഞ. എനിക്കറിയാം, ഈ കേരളക്കരയിൽ കുറേ പാസന്മാർ കിടപ്പുണ്ട്. അവർ പ്രാസം ഒപ്പിച്ച് കഥാപ്രസംഗം പറയുന്ന പോലെ പറഞ്ഞ് കുടുകുടാ ചിരിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരാണ്. എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല.
കാരണം വചനം ഗൗരവത്തോടെ പറഞ്ഞ് ജനത്തെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം തീപ്പൊയ്ക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനമല്ലേ. സഭയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞ് സ്വർഗത്ത് പോകണമെന്നൊന്നും ആരും ചിന്തിക്കല്ലേ. ദൈവത്തെ ഓർത്ത് സ്വർഗത്ത് പോകാനുള്ള ഉപദേശമൊന്നും ആരും പഠിപ്പിക്കുന്നില്ല എൻ്റെ വാത്സല്യ ദൈവമക്കളെ. ഞാൻ എൻ്റെ 52 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 10-25 വർഷം ഞാൻ ഒരു സാധാ ക്രിസ്ത്യാനിയായി ബന്ധുക്കൂസുകാരനായി ജീവിച്ചു. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഉപദേശിമാര് സങ്കീർത്തനം, നല്ല കറുതീർന്ന സങ്കീർത്തനം വായിച്ച് പഠിപ്പിച്ച് അങ്ങനെ പ്രസംഗിച്ച് അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു. ഞങ്ങൾക്കൊരു ചുക്കം കിട്ടിയില്ല. ആത്മീയമായ വളർച്ചയ്ക്കുള്ളതും ആത്മീയ വർധനവിനുള്ളതും ആത്മീയ നിറവിനുള്ളതും ഒന്നും കിട്ടിയില്ല. അതിനുശേഷം കേരളക്കരയിൽ ദൈവം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ദാസന്മാരായ പ്രായമുള്ള വൃദ്ധന്മാരായ ദൈവദാസന്മാരിൽ നിന്നാണ് ശിഷ്യപ്പെട്ട് ഈ വചനങ്ങൾ പഠിക്കുന്നത്. കൊലോസ്യ ലേഖനം ഞാൻ ആദ്യമായി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. സ്തോത്രം. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഈ 4-5 വാക്യം വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ കൃപവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് എന്തുണ്ട്? അവർ ക്രമമുള്ളവരാ. 5-ാം വാക്യത്തിൻ്റെ ഘടന ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സഹിഷ്ണുതയും സ്ഥിരത, പേഷ്യൻസ്, ദീർഘക്ഷമ, സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസികളുണ്ടോ ഇന്ന് ഭൂമിയിൽ? ക്രമം കെട്ട് നടക്കുന്നവരല്ലേ ഇന്ന് കൂടുതൽ? നിങ്ങൾ ക്രമമായി നടക്കുന്നവരാ. ദൈവവചനത്തിന്റെ ക്രമത്തിനനുസരിച്ച് നടക്കുന്നവരാ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ്. സർവായുധ വർഗത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന പദം വളരെ ഗാംഭീര്യമാണ്. എല്ലാറ്റിനും ഇത് വിശ്വാസം എന്ന പരിച. വിശ്വാസത്തിൽ നമ്മൾ സമ്പന്നരാകണം. ഹല്ലേലൂയ. ഈ ലേഖന പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവസഭ അഭിവൃദ്ധിയിലേക്ക് നടത്തപ്പെടണം. ഓരോ ദിവസവും നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ നിഗളങ്ങളും നമ്മുടെ എടുത്തുചാട്ടങ്ങളും നമ്മുടെ അവിവേകങ്ങളെല്ലാം ഈ വചനത്തിലൂടെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതെല്ലാം മാറി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന സ്വർഗീയമായ ആ അനുഗ്രഹത്തിന്റെ കലവറകൾ, സ്തോത്രം, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ വചനം പ്രസംഗിച്ച് ഭൂമിയിലെ കാശ് മേടിച്ച് ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അതിൽ സുഖിക്കുന്ന സൂഹിയന്മാരായി നമ്മുടെ പെന്തക്കോ സമൂഹം അധപ്പതിച്ചു പോയില്ലേ സഹോദരങ്ങളെ? ഇവിടെ പൗലോസ് എന്താ പറയുന്നേ? ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം. ഈ നിക്ഷേപം എന്ന പദം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, എങ്കിലും ഈ അത്യന്ത ശക്തി, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലത്രേ ഉള്ളത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിക്ഷേപമായിട്ട് അവർ കണ്ടു. ഇന്ന് ഡോളറും USA ഡോളറും പൗണ്ടും റിയാലും പിന്നെ ഇന്ത്യൻ റുപ്പിയയും പിന്നെന്താ UK രൂപയും മറ്റുള്ള രാജ്യങ്ങളുടെ രൂപയും ഇതൊക്കെ നിക്ഷേപമായിട്ട് നമ്മൾ കാണുന്നേ. അത് ചക്രം ഇല്ലാത്ത ഉപദേശിമാരെ ആർക്കും വേണ്ട. ഇപ്പോൾ ചക്രമുള്ളതിന് ഒരു ഗുണവും ഇല്ലെന്ന് മനസ്സിലാക്കിക്കോണം. ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുക. പാസ്റ്ററിന് എങ്ങനെ അറിയാം? ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ. ആത്മീക സമ്പത്തുള്ളവർക്ക് മാത്രമേ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്നു വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഭൗതിക സമ്പത്തിൽ തിമിർക്കുന്നവർക്കാർക്കും ഈ വചനത്തിന്റെ വെളിപ്പാട് ദൈവം കൊടുക്കില്ല. ഞാനത് വിവിധ നിലയിൽ മനസ്സിലാക്കി. സക്കായി യേശുവിനെ കണ്ടപ്പോൾ അവന് പകുതി ദരിദ്രർ കൊടുത്തു, ചതിവായി വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തു. സക്കായിയുടെ ഫൈനാൻസ് ക്ലിയർ കട്ടായി. ഹല്ലേലൂയ. പുറകെ കോടിക്കണക്കിന് സ്വത്തുമായിട്ട് വന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. വിറ്റ് ബാങ്കിൽ കൊണ്ടിടാനല്ല പറഞ്ഞത്, വിറ്റ് സ്വിസ് ബാങ്കിൽ ഇടാനല്ല പറഞ്ഞത്.
ഇന്ന് ആത്മീയഗോളത്തില് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ പണമൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ടെന്ന് അറിയാമോ? ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എനിക്കത് പറയുമ്പോൾ ഞാൻ വലിയ രോഷാകുലനാകുക. കാശിന് പോക്കില്ലാത്തവരൊക്കെ വചനം കയ്യിലെടുത്തപ്പോൾ കാശായി, ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ കാറായി. 5 ലക്ഷമൊന്നും അവർക്ക് പിടിക്കത്തില്ല. ഭൗതിക സമ്പത്തിൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുക ഇന്നത്തെ ആത്മീയഗോളത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമുണ്ട്, വലിയ സമ്പത്തുണ്ട്. അത് പ്രാപിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ഇവിടെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. അതിനുവേണ്ടി ഓടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിനുവേണ്ടി വാഞ്ചിക്കാൻ പ്രാപിപ്പാൻ താല്പര്യമുണ്ടോ? അവർ വചനശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. ആര്? ആദിമ അപ്പോസ്തലന്മാർ. ഇന്നോ ലോട്ടറി കച്ചവടം, കല്യാണ കച്ചവടം, ഫ്ലാറ്റ് കച്ചവടം എന്ന് വേണ്ട, വണ്ടി കച്ചവടം, കിണ്ടി കച്ചവടം എന്ന് വേണ്ട സകലവിധ ഏടാകൂടങ്ങളിലാണ് പലരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വചനം കേട്ട് മടങ്ങി വരാൻ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് പൗലോസ് എന്ത് ചെയ്യുക? കാരാഗൃഹത്തിൽ കിടന്നോട്ട് സന്തോഷിക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാൻ ഭക്തൻ കാരാഗൃഹത്തിൽ കിടക്കുക, നമ്മൾ പട്ടുമത്തയിലും കിടക്കുക. എങ്ങനെയുണ്ട്? ഒരു മാറ്റം അനിവാര്യം 2026. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഫെലോഷിപ്പ്, കൂട്ടായ്മ. എന്താ കൂട്ടായ്മ? ഞാൻ മുമ്പ് പറഞ്ഞ ദൂത് പിന്നെയും പറയാൻ താല്പര്യപ്പെടുക. സ്തോത്രം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ ആ വാക്യം ഞാനങ്ങ് വായിക്കാം. എൻ്റെ ഭാഷ പറയാതെ വചനത്തിൻ്റെ ഭാഷ ഞാനങ്ങ് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും അഭികാമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും ആകുന്നു. കൂട്ടായ്മ ക്രിസ്തുവിനോടും പിതാവിനോടും ആകുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. ഇത് പെന്തക്കോസ്തുകാർക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാര്യം ഇതാ. കൂട്ടായ്മ തെറ്റിക്കിടക്കുക, റൂട്ട് മാറിക്കിടക്കുക. ഭർത്താവിന് ഭാര്യയോട് കൂട്ടായ്മ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് കൂട്ടായ്മ, പാർഷോട് കൂട്ടായ്മ, വിശ്വാസികളോട് കൂട്ടായ്മ, കാശുള്ളവരോട് കൂട്ടായ്മ. ഇതെല്ലാം നിർത്തിയിട്ട് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ആരോടായിരുന്നു? പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമായിരുന്നു. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. അതാ ഇവിടെ കൊലോസ്യത്തിൽ പറയുന്നത്. അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. പിതാവും പുത്രവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുക. ഒരു സഭക്കാർ തമ്മിലൊരു കൂട്ടായ്മ, ഒരു സംഘടനക്കാർ തമ്മിലൊരു കൂട്ടായ്മ, ഒരു ചർച്ചക്കാർ തമ്മിലൊരു കൂട്ടായ്മ, മറ്റുള്ളവരെ കണ്ടാൽ മുഖം വീർപ്പിച്ച് കാണിക്കുക. ഇതൊന്നും ഗുണപ്പെട്ടതല്ലെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ എല്ലാവരെയും അവൻ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹമില്ലെങ്കിൽ ഒരു ചുക്കുമില്ല. മലമറിക്കുന്ന ശുശ്രൂഷ ചെയ്താലും സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു ഗുണവുമില്ല. പുതിയ നിയമ ശുശ്രൂഷ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുകയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. കൂട്ടുസഹോദരനെ സ്നേഹിക്കാതെ എന്നാ മലമറിക്കാൻ നടക്കുക ശുശ്രൂഷ? എന്ത് ശുശ്രൂഷ ചെയ്യാൻ പോണേ? ആരെ നന്നാക്കാൻ നടക്കുക? എനിക്ക് ഹൃദയത്തിൽ വേദനയുണ്ട് ചില കാര്യങ്ങൾ ചിലരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ. നിർമ്മലമായ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് പുതിയ നിയമ ശുശ്രൂഷ. ഞാനത് മനസ്സിലാക്കി. 1 തിമോഥെയോസ് 1:5 ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അതാ സ്നേഹം. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ കിടക്കുക. ആ സ്നേഹമില്ലാത്ത ഒരു ശുശ്രൂഷയും ദൈവം അംഗീകരിക്കില്ല.
നമുക്ക് കഞ്ഞി കുടിക്കാൻ കാശ് കിട്ടും, അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. കഞ്ഞി കുടിക്കാനും കാറ് മേടിക്കാനും വീട് വയ്ക്കാനും ലോകത്തിലെ ഭൗതിക കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്ന് ഓർത്തോണം. യോഹന്നാന്റെ ലേഖനം നിങ്ങൾ വായിച്ചു പഠിച്ചോണം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എഴുതുന്ന ലേഖനം. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവാനുഭവം അവനെ നൽകുവാൻ തൊക്കണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചവർ തമ്മിൽ എന്ത് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 3:16 വായിച്ചാട്ട്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണൻ വെച്ചൊന്നും കൊടുക്കണ്ട, സ്നേഹിച്ചാൽ മതി, ഒന്ന് ബഹുമാനിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയുന്ന പ്രോപ്പർ ചാനലിൽ കൂടിയുള്ള വചനമാണ് ഞാൻ പറഞ്ഞു. ചുമ്മാ ഊഹാപോഹം പറയില്ല. വചനം എടുത്ത് എൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവചനം, പഥ്യവചനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ഒരു പുതിയ ഒരു വിഷയം ഞാൻ പുതിയതല്ല, പഴയ വിഷയം തന്നെയാണ്. പക്ഷേ തൻ്റെ ആ ഫോക്കസ് ചെയ്ത സബ്ജക്റ്റിലാണ് ഞാൻ പ്രകീർത്തിക്കുന്നത്. താൻ യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ശ്രദ്ധിച്ചോണേ ഈ വാക്യം. ഈ വാക്യത്തിൽ പലരും പിടിക്കപ്പെടാൻ പോവുക. 1 യോഹന്നാൻ 3:11 എന്താ ഈ ആദ്യം മുതൽ കേട്ടത്? നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നത്. സഹോദരങ്ങളെ, ശുശ്രൂഷകന്മാരെ, നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. ഒരുത്തനെ പകച്ചുകൊണ്ട്, ഒരുത്തനോട് വിദ്വേഷം വെച്ചുകൊണ്ട് എന്ത് ശുശ്രൂഷ ചെയ്താലും ഫലിക്കില്ലെന്നാണ് വചനം പറയുന്നത്. മലകളെ നീക്കാൻ വിശ്വാസമുണ്ടായാലും, സകല പ്രവചനം പറഞ്ഞാലും, മരിച്ചവരെ ഉയർപ്പിച്ചാലും, എന്തൊക്കെ മിറക്കിൾ ക്രൂസേഡ് നടത്തിയാലും, ഒരു ദേശം മുഴുവൻ വിടുവിച്ചെടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പദം വളരെ ശ്രദ്ധേയമാണ്. 1 യോഹന്നാൻ 2:24 1 യോഹന്നാൻ 3:11 കൂടി ഒന്ന് കമ്പയർ ചെയ്തൊന്ന് പഠിച്ചു നോക്കിയേ. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത് തന്നെ. 1 യോഹന്നാൻ ലേഖനം മുഴുവൻ വായിച്ചു പഠിച്ചോ. സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കൂടുതലും. 1 കൊരിന്ത്യർ 13 ഒന്ന് വായിച്ചു പഠിച്ചോ നന്നായിട്ട്. സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ. സ്തോത്രം. ഇന്ന് അനേക വിശ്വാസികൾ, ശുശ്രൂഷകന്മാർ ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു പോയി എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് ഹൃദയത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനതങ്ങ് വായിക്കാൻ വേണമെങ്കിൽ നമ്മൾ വായനയിലെ മറച്ചു വയ്ക്കുന്നേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു ഭാഗത്ത് സമയത്ത് ഇത് വായിച്ചെന്ന് തോന്നുന്നു. ഇപ്പോഴും വായിക്കാൻ ക്ഷേമമുണ്ട്. ഇത് കേട്ടിട്ട് തലതിരിഞ്ഞ് നടക്കുകയല്ലേ പലരും. കേട്ട് ഗ്രഹിക്കുന്നില്ലല്ലോ. കേട്ട് ഗ്രഹിച്ചില്ലെങ്കിൽ പറവ സാത്താൻ കൊത്തിയെടുത്തുകൊണ്ട് പോവുകയല്ലേ. അപ്പോൾ സാത്താൻ കൊത്തിയെടുത്ത് പോയോണ്ട് ഒന്നുകൂടി ഞാൻ പറയുക, കേട്ട് ഗ്രഹിച്ചോ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായതാരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അല്ലല്ലേ.
കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രൂപാന്തര ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുവരെ ഇത് വേണം. ദൈവത്തെ ഓർത്ത് ഇതൊന്നും മറന്നു പോകല്ലേ. ഈ ഘനമായ വിഷയങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കണേ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ ഒരു അധ്യായമായിട്ട് പൗലോസ് പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് വിചിത്രമായി തോന്നിയൊരു സത്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവിടെ അതിൻ്റെ 11-ാം വാക്യത്തിൽ ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഈ വാക്യം ഇതിൻ്റെ ഇടയിൽ തിരികെ കയറ്റാനുള്ള കാര്യം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്യം ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള കാര്യം എന്താ? എനിക്ക് വർഷങ്ങളായി മറഞ്ഞു കിടന്ന ഒരു വിഷയമായിരുന്നു. എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. ഞങ്ങൾ ഉപേക്ഷകന്മാരോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനും പറ്റിയില്ല. കർത്താവ് തന്നെ എന്നെ പഠിപ്പിച്ചു. കർത്താവ് തന്നെ എന്നെ പഠിപ്പിച്ചു. അത് ശരിയാണോ നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളുക. ഈ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയുള്ള സ്നേഹത്താൽ നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ എന്താ നിർമ്മലമായ ആ സ്നേഹത്തിൽ ഇടപെട്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മൾ സ്നേഹിക്കണം. അതിന് ആത്മീക ശൈശവാവസ്ഥ തടസ്സമാണ്. ഇപ്പോൾ ഞാനതൊരു ഉദാഹരണമായിട്ട് പറയാം. നല്ല മനോഹരമായൊരു ഉദാഹരണം. എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കൊരു കൊച്ചുമോനുണ്ട്, 5.5 വയസ്സ്. എന്ത് സ്നേഹമെന്നറിയോ? ചില സമയത്ത് ഇവരിടങ്ങേറ് കാണിക്കും. കൈ ചുരുട്ടി ഇടിക്കുക, അപ്പ പൊക്കോ, പാപ്പടി ഞാൻ കൂടത്തില്ല, മിണ്ടത്തില്ല, ഞാൻ വഴക്കാണ് എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ കൈ ചുരുട്ടി നല്ല നല്ല കീറുമ്പ് ചെയ്തു മുതുകത്തിട്ടൊക്കെ അമ്മമ്മനൊക്കെ ഇടിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവൻ +2 പഠിക്കുന്ന സമയത്ത്, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവൻ ഇത് കാണിക്കുമോ? മെച്യൂരിറ്റി ആയില്ലേ? അവൻ വളർന്നില്ലേ? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ ശൈശവാവസ്ഥയിൽ കിടന്ന് തമ്മി തല്ലി പൗലൂസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം എന്ന് പറഞ്ഞ് തമ്മി തല്ലി ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്ന വിശ്വാസികളെ പൗലൂസ് ഇങ്ങോട്ട് വന്ന് ഉപദേശം അങ്ങോട്ട് പഠിപ്പിച്ച് പൗലൂസ് ആര്, കേഫ ആര്, അപ്പൊല്ലോസ് ആര്? എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണേ, ഇന്നത്തെ കാലത്താണെങ്കിൽ, ഇന്നത്തെ പൗലൂസുമാരാണെങ്കിൽ എൻ്റെ പക്ഷവും കുറച്ച് പേരുണ്ടല്ലേ, 10 പേരുണ്ടല്ലേ, അപ്പം അവരെ കൂട്ടി ഇങ്ങോട്ട് മാറി ഒരു കൂട്ടായ്മ തുടങ്ങാം. നോ, പൗലൂസ് അങ്ങനെയല്ല ചെയ്തത്. പൗലൂസ് ആ പക്ഷം പിടിച്ച വിശ്വാസികളെ ഉപദേശം കൊണ്ട് തല്ലിച്ചതച്ച്, പൗലൂസ് ആര്, ക്രിസ്തുവാര്, കേഫയാര്, ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയ ദൈവമല്ലാതെ ഞങ്ങളാരും ഒന്നുമല്ലെന്ന് പറഞ്ഞ് അവര് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് താണിരുന്ന് ഇന്നത്തെ ഗുണം പിടിക്കാത്ത ഉപദേശിമാരുടെ കാര്യം ഓർത്ത് ഞാൻ ലജ്ജിക്കാറുണ്ട്. വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിച്ച് കൂട്ടായ്മ കൂടുന്നവരുണ്ട്. ശ്രദ്ധിച്ചോണേ, അപകടമാണ് ഇതൊക്കെ. പൗലൂസ് അങ്ങനെ ചെയ്തില്ല, അപ്പോസ്തലന്മാർ അത് ചെയ്തില്ല. പക്ഷം പിടിച്ച വിശ്വാസികളെ ഉപദേശം കൊണ്ട് തല്ലി നേരെയാക്കുക ചെയ്തത്. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരാത്തിടത്തോളം കാലം നമ്മുടെ സഭകൾ ജീർണിച്ച് ഒന്നിനും കൊള്ളാത്ത കൂട്ടങ്ങളായി മാറും. എഴുതി വെച്ചോ മുദ്രപത്രത്തിലെ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷം ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. അപ്പൊ തമ്മിൽ സ്നേഹിക്കണമെങ്കിൽ ശൈശവാവസ്ഥയിൽ കിടന്നാൽ നടക്കില്ല, ശിശുക്കളെ പോലെ കിടന്നാൽ നടക്കില്ല. അതിന് വളർച്ച പ്രാപിക്കണം, മെച്യൂരിറ്റി പ്രാപിക്കണം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെടണം. ഹല്ലേലൂയ. ഇത് മനോഹരമായൊരു വിഷയമായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെടണം. ഗുരുവിനെ പോലാകുന്ന ശിഷ്യന് മതി. ഹല്ലേലൂയ. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും ആഴത്തിൽ പഠിച്ച് ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മനിറവിൽ ജീവിതം നയിക്കണം. ശൈശവാവസ്ഥ വിടണം.
ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ കിടക്കുന്ന ശുശ്രൂഷകന്മാരും വിശ്വാസികളും 95% ആത്മീയ ശൈശവാവസ്ഥയിൽ കിടക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് സത്യം സത്യം സത്യം. കാരണം അവരുടെ വാക്കുകളും അവരുടെ പ്രസംഗങ്ങളും അവരുടെ രീതികളും എല്ലാം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. കിടന്ന് തമ്മിലടിക്കുക, ജനറൽ കൺവെൻഷൻ കഴിഞ്ഞാൽ കൂട്ടയടിയ, പന്തലിൻ്റെ കണക്ക് പറഞ്ഞ്, കസേരയുടെ കണക്ക് പറഞ്ഞ്, ബാത്റൂം പണിതതിൻ്റെ കണക്ക് പറഞ്ഞ്, ഓലമേഞ്ഞതിൻ്റെ കണക്ക് പറഞ്ഞ്, ഉള്ളിൽ വിരിച്ച ഷീറ്റ് വിരിച്ചതിൻ്റെ കണക്ക് പറഞ്ഞ്, കസേര എടുത്തതിൻ്റെ കണക്ക് പറഞ്ഞ്, കൺവെൻഷൻ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസിൻ്റെ കണക്ക് പറഞ്ഞ് കൂട്ടത്തല്ല. എന്താ കാര്യം? ശിശുക്കളാ. വരുന്നവനും പോകുന്നവനും നേതാവും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ശൈശവാവസ്ഥയിൽ കിടക്കുക. ആത്മീയ വളർച്ചയില്ല. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അരോചകമായി തോന്നുമായിരിക്കാം. ഐ എം ടെല്ലിങ് ട്രൂത്ത്. ഞാൻ സത്യമാണ് പറയുന്നത്. പലരുടെയും വാക്കുകൾ, പലരുടെയും പ്രവൃത്തികൾ, പലരുടെയും ഇടപെടലുകൾ ശൈശവാവസ്ഥയാണെന്നത് അറിയിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ആളും പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്ക് 37 കേസുണ്ട്. 37 കേസ് 6-7 കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 10-40 ചില്ലുവാനുള്ള കേസുകൾ കിടപ്പുണ്ട്. പിന്നെ എന്ത് ശുശ്രൂഷ അവർ ചെയ്യുന്നേ? ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ഒരു ജ്ഞാനി ഇല്ലയോ? വചനജ്ഞാനമുള്ളവനില്ലയോ? ദൈവകൃപയുള്ളവനില്ലയോ? ആത്മശക്തിയുള്ളവനില്ലയോ? പിന്നെ എന്ത് ശുശ്രൂഷയാ? സഹോദരങ്ങളെ, വേദന കൊണ്ട് പറയുക, വേദന കൊണ്ട് പറയുക. അതുകൊണ്ട് ആത്മീയ ശൈശവാവസ്ഥ വിടണം. ഹല്ലേലൂയ. യഥാർത്ഥ സ്നേഹം നമ്മളിൽ നിന്ന് ബഹിർഗമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മൾ ഇടപെടാനായിട്ട് പഠിക്കണം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം അത് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഈ അഭിഷേകമില്ലാത്തവന് സ്നേഹിക്കാൻ കഴിയില്ല. എനിക്കറിയാം ഒരു സഹോദരൻ എൻ്റെ കൂടെ ഉള്ളത്. സ്നേഹം അഭിനയിക്കുക ചെയ്യുന്ന, സ്നേഹമില്ല. സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുക. ആത്മാർത്ഥ സ്നേഹമില്ല. ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ വിട്ടുപോകത്തില്ല. സംശയമില്ല കാര്യത്തിലേ. ഇന്ന് രാവിലെ ഞാൻ ആ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വേദഭാഗം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അത് കളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് വന്ന് ഭവിച്ചു. പലർക്കും അത് ഭവിച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് യഥാർത്ഥമായൊരു കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടാകണം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ എന്താ കൂട്ടായ്മ? ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആകുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ. നിങ്ങൾക്ക് ഞങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാവും കൂട്ടായ്മ? 1 യോഹന്നാൻ എഴുതിയ ലേഖനക്കാരനും നമ്മളുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെ ഉണ്ടാകുന്നു? അവർക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടായിരുന്ന പോലെ നമുക്കും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവർ തന്ന ലേഖനങ്ങളും ഉപദേശങ്ങളുമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ട്, നമുക്ക് ബന്ധമുണ്ട്, ഒരു കണക്റ്റഡ് ആണത്. അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ല. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നുക. വേരൂന്നി ആത്മവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിൽ ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. യേശുക്രിസ്തുവിൽ വേരൂന്നണം. ഇത് പറയുമ്പോൾ ഒന്ന് വിശദമാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വൃക്ഷം, ഒരു തെങ്ങ് നമ്മൾ നടുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാവിൻ്റെ തന്നെ തൈ കൊണ്ടുവന്ന് നടുന്നു. നട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി ആ വൃക്ഷത്തിന് നിലനിൽക്കുവാൻ, ആ വൃക്ഷത്തിന് ഫലം കൊടുക്കുവാൻ ആവശ്യമായ ലവണങ്ങൾ, ജലവും വളങ്ങളെല്ലാം ഈ വേരുകളാണ് വലിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതൽ
ഫലകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ വസിക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിലോട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. കണ്ടോ, നമ്മളിപ്പോൾ റൂട്ട് മാറി കിടക്കുക. ഇപ്പോൾ മോശയുടെ പ്രമാണം പഠിപ്പിച്ച് വിശ്വാസികളെ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ അഹരോൻ 10,000 കൊന്നെടുത്തത് പോലെ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുക. കണക്കില്ല. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ഒരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാ നമ്മൾ. അത് ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ വിഷയമാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. തലയെ മുറുകെ പിടിക്കാതെ ഒരു ക്രിസ്തുവിന്റെ പ്രമാണം മുറുകെ പിടിക്കുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവീൻ. അതിനെ മുറുകെ പിടിക്കാത്തവർ വിരുദ് തെറ്റിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ വേരൂന്നുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പൗലോസ് കർത്താവിൽ നിന്ന് തിരുവത്താഴത്തിന്റെ ആ വെളിപ്പാട് മാത്രമേ പ്രാപിച്ചുള്ളൂ എന്ന് അല്ല. പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച വചനങ്ങളാണ് ഈ റോമാലേഖനം മുതൽ സ്തോത്രം തൻ്റെ 14 ലേഖനങ്ങളിലും ഇടയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. എബ്രായ ലേഖനം വരെ. എബ്രായ ലേഖനം പൗലോസിന്റെ അല്ലെന്ന് പറഞ്ഞ് ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ വാദിക്കുക, തർക്കിക്കുക ചെയ്യുന്നത്. അല്ല, എബ്രായ ലേഖനത്തിന്റെ അവസാന ഭാഗം തിമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിയാം. ആ ഭാഗം വായിച്ചാൽ ഇത് പൗലോസ് എഴുതിയാണെന്ന് നമുക്കറിയാൻ പറ്റും. എന്തിനു കിടന്ന് ചുമ്മാ കടിപിടി കൂടുന്നത്? വേറെ ഏതോ ഒരു വ്യക്തി എഴുതിയെന്നൊക്കെയാ പറയുന്നത്. ഭർണബാസ് എഴുതിയെന്നോ വേറെ ആരുണ്ടൊക്കെ എഴുതി. ആ ലേഖനത്തിന്റെ ഭാഷ മനസ്സിലാക്ക. ഇനി ഞാനത് ചോദിക്കട്ടെ, എബ്രായ വിശ്വാസികളെ പഠിപ്പിക്കാൻ പത്രോസിന് പറ്റുമോ? കാരണം ന്യായപ്രമാണമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പുള്ളിക്ക്. കാര്യം ന്യായപ്രമാണത്തിന്റെ വ്യക്തമായിരുന്നെങ്കിലും ശിഷ്യന്മാരെല്ലാം ആയിരുന്നെങ്കിലും ന്യായപ്രമാണത്തിന്റെ അടിമൂത്തിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കണമെങ്കിൽ പത്രോസിനെ പോലെ ന്യായപ്രമാണം പഠിച്ച് തെളിവുള്ളവനൊരുത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നീ ന്യായപ്രമാണം അനുസരിച്ചാൽ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, നീ കൃപയിൽ നിന്ന് വീണുപോയെന്നൊക്കെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 1-2-3 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനത് പറഞ്ഞു? അപ്പം നമ്മളിലുള്ള സ്നേഹം വർദ്ധിക്കണം, ദൈവകൃപ വർദ്ധിക്കണം, കർത്താവിൽ വേരൂന്നണം, കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കർത്താവിൽ വേരൂന്നുന്നത് എന്തിനായിരിക്കണം? ആത്മീയ വർധനയ്ക്ക് വേണ്ടി ആകണം. ചക്കയ്ക്ക് മാങ്ങയ്ക്ക് തേങ്ങയ്ക്ക് വേണ്ടി ആകരുത്. കാറിന് വേണ്ടി, വീടിന് വേണ്ടി, വസ്തുവിന് വേണ്ടി, സ്ഥലം മേടിക്കാൻ, ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരി കൂട്ടാൻ കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കരുത്, ശഠിക്കരുത്. കർത്താവിൽ വേരൂന്നരുത്. പൗലോസ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച്, അവരിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കുക, ആത്മീയ വളർച്ച പ്രാപിക്കുക, ആത്മീയ നിറവ് പ്രാപിക്കുക, ആദിലവന്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടെ നിങ്ങൾക്ക് സകലതും കിട്ടുക. കർത്താവ് സകലം എന്ന് പറഞ്ഞാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും, അത് ലിമിറ്റഡ് ആയിരിക്കും. യഥാർത്ഥ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ബ്ലെസ്സിങ് ഭൗതികം ലിമിറ്റഡ് ആയിരിക്കും. വാരി കോരി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കൊടുക്കുകയല്ല, അവർ പ്രാപിച്ചെടുക്കുക. അപകടം രേഖയിൽ അടുത്തുകൂടിയാണ് നിങ്ങൾ പോകുന്നത് മനസ്സിലായിക്കോട്ടെ. ഭൗതികത്തിൽ കണ്ണ് വെക്കരുത്. ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. മനസ്സ് വെച്ചു പോകും. അതാ കർത്താവ് പഠിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഹൃദയം ഇരിക്കും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.